ഗൈസ്, അപ്പോൾ കുറേ പച്ചക്കറികളും കുറേ പൂന്തോട്ടവും ഉള്ള സ്ഥലമാണ് ഈ കൊല്ലം. ഈ കഞ്ഞി എവിടെ നിന്നാണോ ഈ കൊല്ലം കിട്ടിയത്? അല്ല ഗൈസ്, നിങ്ങളുടെയും പറമ്പിലൊക്കെ പറമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട് എങ്ങനെയാണോ പറഞ്ഞു തരണം ഗൈസ്. കൊല്ലമാണ് സെറ്റ്. കൊല്ലത്തിൻ്റെ എന്തൊരു ചെറു ജീവി വർഗങ്ങളാണ് ഈ കൊല്ലത്ത്. അങ്ങോട്ടൊക്കെ പോയുണ്ടല്ലോ, ഇവിടെ മനുഷ്യ വഴിയാണ്. കണ്ടില്ലേ, ഇതൊരു കാടാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ പോകേണ്ട ഒത്തിരി ആട്ടും കുട്ടീനെയൊക്കെ വയ്ക്കാൻ പോയതാണ്. കണ്ടില്ലേ നമ്മുടെ കൊല്ലത്തിൻ്റെ ഭംഗി. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുക. ഈ വീഡിയോയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ ലൈക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ നമ്മുടെ ഒരു കുട്ടി അനിയത്തിയായിരുന്നു എൻ്റെ. അവളിപ്പോൾ പോയി ഇവിടുന്ന്. നിങ്ങളുടെ അടുത്ത് അതിന് മുമ്പേ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് കുറേ ലൈക്ക് കിട്ടണമെന്നൊക്കെ. ഇപ്പോൾ നമുക്ക് 16 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും പ്രകൃതിയുടെ ഭംഗി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തൊരു തണുത്ത കാറ്റാണെന്നറിയുമോ, അതും ഈ ചൂട് കാലത്ത്. മഴക്കാലം തുടങ്ങിയില്ലേ? അപ്പോൾ നിങ്ങളുടെയും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ഫോട്ടോ ഇടുക. ഞങ്ങൾ നോക്കിയിട്ട് പറയാം. നിങ്ങളും കൊല്ലംകാരാണോ അതോ ആലപ്പുഴക്കാരാണോ? ഇതെൻ്റെ അമ്മ വീടാണ് കേട്ടോ, കൊല്ലം. പലവരും ചോദിച്ചായിരുന്നു കൊല്ലമാണോ ചേച്ചി മോളുടെ നാടെന്ന്. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഒരു പാടം പോലാണ് കൊല്ലം. നല്ല തണുത്ത കാറ്റുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. എനിക്കിഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് അച്ഛൻ്റെ നാടും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ഇവിടെ കണ്ടോ, കാൽനടക്കാർ വഴിയിൽ ആളുകൾ നടക്കുന്നതുകൊണ്ടാണ് പുല്ല് കിളിക്കാത്തത്. ആ നടുക്ക് കണ്ടോ പുല്ല് കിളിക്കാത്തത് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്തോളൂ കേട്ടോ.